18ാമത് ലോക്സഭ ഇലക്ഷന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് 4 മണിക്കൂറിന് ശേഷവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആര് ഇന്ത്യ ഭരിക്കും, ആര് ഇന്ത്യ നയിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാകാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഫാദർ ജോൺസൺ തേക്കടയിൽ അച്ഛനാണ്. അച്ഛൻ നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു അച്ഛാ ഈ ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട്? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30-40 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ളൂ. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഈ വിധത്തിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 400 സീറ്റിൽ കൂടുതൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ മുന്നണിക്കോ കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതിന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ഭയപ്പെട്ടു. അതുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി തന്നെ നല്ലൊരു ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല, എന്നാൽ മുന്നണിയോടൊപ്പം ഭരിക്കത്തക്കവണ്ണം മറ്റുള്ളവരെ കൂടെ ഉൾക്കൊണ്ട് ഭരിക്കത്തക്കവണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സന്തുഷ്ടിയുണ്ട്. ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇന്ത്യയിലെ വോട്ടർമാർക്കൊക്കെയും പ്രത്യേകിച്ച് നമ്മുടെ ഭരണ സംവിധാനം അഥവാ നമ്മുടെ ഭരണഘടന സംവിധാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി അഘോരാത്രം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അധ്വാനിച്ച എല്ലാവരോടും, വോട്ട് ചെയ്ത വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷ്യത്തിൽ തന്നെ നന്ദി അറിയിക്കുകയും കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യം, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വളരെ ശക്തമായി പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയായി തന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിന്റെ പരിണിതഫലമായി കാണുന്നത്. ഈ എക്സിറ്റ് പോളുകളെല്ലാം BJP നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു ഈസി വാക്ക് ഓവർ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു വിജയം, അതോടൊപ്പം ഒരു മൃഗീയമായ ഒരു ഭൂരിപക്ഷവും പ്രവചിച്ചിരുന്നു. അത് ഒരു ഇലക്ഷൻ പ്രൊപ്പഗൻഡ ആയിരുന്നു. ആരംഭ സമയം തന്നെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിജി ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് തന്നെ 400-ന് മുകളിൽ എന്നുള്ള ഒരു അജണ്ടയോടുകൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധ്വനി വരുത്തിക്കൊണ്ടാണ് തുടങ്ങിയത്. 370 BJPക്ക് സ്വന്തമായും 400-ന് മുകളിൽ എന്നുള്ള വലിയ ഒരു തൂത്തുവാരൽ ഉണ്ടാകും എന്നൊരു ധ്വനിയോടുകൂടിയാണ് ആരംഭിച്ചത്. അത് പ്രാരംഭഘട്ടത്തിൽ എതിരാളികൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനൊക്കെ ഒരു മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു അത് തുടങ്ങിയത്. പക്ഷേ ആ വിധത്തിലൊരു മനോവീര്യം കെടുന്ന അനുഭവം ആയിരുന്നില്ല ഉണ്ടായത്. കാരണം ജനങ്ങൾ സസൂക്ഷ്മം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യം കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്തിട്ടാണ് ജനങ്ങൾ ബൂത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ 400-ന് മുകളിൽ എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്ന് ഇപ്പോഴത്തെ റിസൾട്ട് കൊണ്ട് നമുക്കറിയാം. 370 BJPക്ക് സ്വന്തമായി കിട്ടുമെന്നുള്ളത് അതും അഭ്യൂഹം മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതൊരു ദിവാസ്വപ്നം മാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ റിസൾട്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ അതിന്റെ ദേശീയ തലത്തിലുള്ള റിസൾട്ട് കാണുന്ന സമയത്ത് 234 BJPക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം കേവല ഭൂരിപക്ഷം BJPക്ക് സ്വന്തമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഒരു 1-2 മണിക്കൂറും കൂടി ഉണ്ടല്ലോ, അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്തവരായിരുന്നാലും പ്രതിപക്ഷങ്ങൾക്ക് വോട്ട് ചെയ്തവരായിരുന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് സുസ്ഥിരമായൊരു ഭരണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിഘാതം വരുത്താത്ത ഒരു ഭരണമായിരിക്കണം എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വാരണാസിയിലെ ആദരണീയനായ പ്രധാനമന്ത്രി നമ്മുടെ ശ്രീ നരേന്ദ്ര മോഡിജി മത്സരിക്കുന്നതായിട്ടുള്ള വാരണാസിയില് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ അദ്ദേഹം 60,000 വോട്ടിന് അടുത്ത് ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിലാകും എന്നൊക്കെ പലരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പലരും തെറ്റായിട്ട് രേഖകളൊക്കെ ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കാരണം ജനങ്ങള് വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയാണ് പോളിങ്ങിനായിട്ട് പോയത്, ബൂത്തിലേക്ക് പോയതും അവർ വോട്ട് ചെയ്തതും എന്നുള്ളത് നമുക്ക് അറിയാം. പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രതിപക്ഷത്തെ പല രാഷ്ട്രീയ പാർട്ടികളായിരുന്നല്ലോ, ഒരുമിക്കാൻ കഴിയാത്ത പല രാഷ്ട്രീയ പാർട്ടികൾ വളരെ ദൈവകൃപയാൽ ഒരുമിക്കാനായിട്ട് ദൈവം ഇടയാക്കി. എന്നാൽ അതിനകത്ത് സംഭവിച്ചത്, അവർക്ക് ഒരു പ്രധാനമന്ത്രി നേതാവിനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇന്ന ആളായിരിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയാത്ത ഒരു ഇലക്ഷൻ കൂടി ആയിരുന്നു ഇത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും
പ്രതിപക്ഷം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് ആരെയായിരിക്കും പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ആ ആശങ്ക കൊണ്ട് പലരും ഇപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവര് ഒന്നുമില്ലെങ്കിലും ഒന്നിച്ച് ഭരിക്കാനായിട്ട് കഴിയും എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാം ആ വിധത്തിൽ അദ്ദേഹത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും BJPക്കും ഒക്കെ വോട്ട് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ ഇലക്ഷൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ നരേന്ദ്രമോദി 6000 വോട്ടുകൾക്ക് പിന്നിൽ നിന്ന് അത് ജനങ്ങളെ ഒരുപാട് ഞെട്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും 70,000-ന് മേലെയാണ് മോദിയുടെ ആ ഒരു ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രണ്ടിടത്തും വയനാട് 2 ലക്ഷം കടന്നു, വാരണാസിയിൽ 1 ലക്ഷം, നരേന്ദ്രമോദി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറയിൽ 1 ലക്ഷത്തിന് മുകളിൽ ലീഡ് ഇപ്പോഴും നടന്നുകൊണ്ട്. ഈ ഒരു അവസരത്തിൽ മണിപ്പൂർ വിഷയത്തിൽ അച്ഛൻ ഒരുപാട് ഇടപെട്ടിരുന്നതാണ് മണിപ്പൂർ വിഷയം. അവിടെയുള്ള 2 സീറ്റിലും ഇപ്പോൾ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനെങ്ങനെ കാണുന്നു? നമ്മള് വാസ്തവത്തിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിട്ടാണ് അവിടെ നിന്നുള്ള ന്യൂസുകൾ വരുന്നതും. ഞാൻ ആ പ്രദേശങ്ങൾ സഞ്ചരിച്ചപ്പോൾ അവസാനം ചെന്നപ്പോഴും അവരുടെ തീരുമാനങ്ങളിലൊക്കെ പല ആളുകളും എന്നോട് സംസാരിച്ചത്. അപ്പം അവര് BJPയുമായിട്ട് ഇനി യാതൊരു വിധത്തിലുള്ള അലയൻസിനും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആരാണോ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കാനാണ് അവർക്ക് എപ്പോഴും താല്പര്യം. ആ വിധത്തിലായിരിക്കും ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളുടെ ഒരു, കാരണം അവർക്ക് കിട്ടേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് അവർക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അവർ ഭരണപക്ഷത്തേക്ക് ആര് ഭരിക്കുന്ന അവരുടെ കൂടെ നിൽക്കാനാണ് സാധ്യതയുള്ളത്. അത് അവരുടെ ആ ട്രൈബൽസിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ ചാ, കേരളത്തിലെ അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണുന്നു? LDF ഇപ്പോൾ 1 സീറ്റിലേക്ക് ഒതുങ്ങുന്നൊരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ 1 സീറ്റ് മാത്രം പ്രതീക്ഷിച്ച BJP 2 സീറ്റിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 1 സീറ്റ് അവർ ഉറപ്പിക്കുകയും ചെയ്തു, തൃശ്ശൂർ. ഇതിനെങ്ങനെ കാണുന്നു? അല്ല, BJPക്ക് 2 സീറ്റ് കേരളത്തിൽ ലഭ്യമാകുമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. തൃശ്ശൂരും തിരുവനന്തപുരമായിരുന്നു നമ്മൾ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത്. അത് അവര് കഠിനാധ്വാനം ചെയ്തു. പ്രധാനമന്ത്രിജി വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മുടെ ജനം അത് അദ്ദേഹത്തിൻ്റെ മോഡി ഗ്യാരണ്ടി എന്നുള്ള ആ വാക്കുകൾ വിശ്വസിച്ചു. ഒരു കാര്യം ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതും ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം ഉണ്ടായിരുന്ന വാരണാസി അടക്കം മറ്റ് UP, അതേപോലെ ഹിന്ദി ഹൃദയഭൂമികൾ, അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ ആരും തന്നെ സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ശരിയല്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നുകൊണ്ട് അദ്ദേഹം അവിടെ തന്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് മോഡി ഗ്യാരണ്ടി എന്നുള്ള വാക്കുകൾ ഉച്ചരിച്ചുമില്ല. അവിടെ മറ്റുള്ള വിഷയങ്ങളാണ് എടുത്തത്. ആ വിഷയങ്ങൾ എടുത്തപ്പോൾ അവിടുത്തെ ജനം അത് കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയോട് ജനങ്ങൾക്കൊരു വിരക്തി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും നേരിട്ട് അവരോടും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒക്കെ തങ്ങളെ തന്നെ ക്രമീകരിക്കാനുള്ള അവസരങ്ങൾ ജനങ്ങൾ കൊടുത്തിട്ടും അത് ശരിയായ വിധത്തിൽ അവർ ചെയ്തില്ല എന്നുള്ള വലിയൊരു അപാകതയുണ്ട്. അതിൻ്റെ ഒരു പരിണതഫലമായിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിക്ക് സീറ്റ് നില വളരെ കുറഞ്ഞു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷം അത്രയങ്ങ് ശക്തരാണെന്നോ ഒത്തൊരുമയോടുകൂടെയാണോ പ്രവർത്തിച്ചതെന്നൊന്നും അർത്ഥമാക്കുന്നുമില്ല. ഭരണപക്ഷത്തിലേക്ക് ഉള്ള ആളുകളെ അവരോടുള്ള എന്താ പറയുക, അവരോടുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടമില്ലായ്മ ആർക്ക് കൊടുക്കുമെന്നുള്ള ചിന്തയിൽ കൂടെ കിട്ടിയ വോട്ടുകളും കൂടിയാണ് പലതും ഇപ്പോൾ UDFനെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ UDF ആയിരുന്നാലും LDF ആയിരുന്നാലും NDA ആയിരുന്നാലും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഒരു വിഭജനത്തിലേക്ക് കൊണ്ടുപോകാതെ ഐക്യത്തിലേക്ക് കൊണ്ടുപോകണം. 10 വോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയുകയോ നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയോ നമ്മുടെ ഐക്യത തകർക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ സമയത്ത് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അനുവദിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരെ കൂടെ ഒരുമിച്ച് ഇരുത്തി അവരോട് ഈ കാര്യങ്ങൾ വ്യക്തം
വ്യക്തമായിട്ടൊന്ന് സംസാരിക്കുന്ന ഒരു തലം ഉണ്ടാകണം. നമുക്ക് പറയണം, ഇവിടെ നമ്മൾ മുമ്പ് ഈ 2000-ന്റെ ആരംഭ സമയം മുതൽ ഒരു വലിയ ഐക്യവും സ്നേഹവും നമുക്കുണ്ടായിരുന്നു. ആ ഐക്യവും സ്നേഹവും നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് മാറ്റിയിട്ട് വീണ്ടും ഒരു ഐക്യത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമനപ്പെട്ട് വരേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് എനിക്ക് പറയാനായിട്ടുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്. ഈ ഇലക്ഷൻ ആരംഭിച്ച സമയത്ത് ഇന്ത്യ മുന്നണിക്ക് അച്ഛൻ വിജയിക്കും എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആരും തന്നെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പോലും പലപ്പോഴും അച്ഛൻ നമ്മുടെ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഈ ഒരു ഇലക്ഷൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവസാനത്തെ ഫിനിഷിംഗ് എങ്ങനെയാവും എന്നാണ് അച്ഛൻ പറയാനുള്ളത്? ശരിക്കും ഇത് ഇന്ത്യ മുന്നണി ജയിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 234 ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കിട്ടിയിരിക്കുന്ന ഇതനുസരിച്ച് റിസൾട്ട് ചിലപ്പോൾ ഒരു 250 വരെ BJP പോയേക്കാം. അപ്പം അവർക്ക് സ്വന്തമായൊരു ഭൂരിപക്ഷം ഇല്ല എന്നുള്ള ഓർക്കണം. 303 എന്നുള്ള സംഖ്യയിൽ നിന്നാണ് ഇത്രയും വളരെ കുറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യ മുന്നണി ഇങ്ങനൊരു ഐക്യത്തിലേക്ക് എല്ലാ പ്രതിപക്ഷ കക്ഷികളിലും പ്രധാനപ്പെട്ട കക്ഷികളെ കൊണ്ടുവരാനും അവർ ഒരുമിച്ച് നിന്ന് മത്സരിച്ച് ഇത്രയും സീറ്റുകൾ നേടിയെടുക്കാനും അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു ഇന്ത്യ മുന്നണിയുടെ അല്ല, ഇന്ത്യയുടെ വിജയമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഇന്ത്യയിലെ നിസ്വാർത്ഥരായ, സ്വാർത്ഥതയില്ലാതെ അന്യോന്യം സ്നേഹിക്കുന്ന, രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ആരംഭ സമയം മുതൽ ഡിജോ ഓർപ്പിച്ചതുപോലെ അന്ന് മുതൽ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഈ രീതിയിലുള്ള ഒരു റിസൾട്ടിന് വേണ്ടി തന്നെയായിരുന്നു. അത് ദൈവം തമ്പുരാൻ തന്നു എന്നുള്ളത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് നന്ദി പറയാനായിട്ട് സമയമെടുക്കുകയാണ്. ഓക്കെ അച്ഛാ, ഒരുപാട് താങ്ക് യു. ഈ സമയത്ത് ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് നന്ദി.